എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത വീട്ടിലെ 2 വർഷമായ വിയറ്റ്നാം എയർലി പ്ലാവിൽ ചക്ക ഉണ്ടായിട്ടോ. 2 എണ്ണം എനിക്ക് തന്നു. എങ്ങനെയുണ്ടെന്നൊന്ന് മുറിച്ച് നോക്കാം. ചക്കപ്പഴത്തിൻ്റെ നല്ല മണം വരുന്നുണ്ട്. നല്ല മധുരവും കളറുമുള്ള ചക്കപ്പഴമാണ്. ഇപ്പം തന്നെ ഇവിടെ കഴിച്ചു തീരും. ഇനി രണ്ടാമത്തേത് മുറിച്ച് നോക്കാം. അതും പഴുത്തതാണ്. ഇതുകൊണ്ട് നമുക്കൊരു ചക്കപ്പഴം പച്ചടി ഉണ്ടാക്കാം. ഇതൊന്ന് ചകിണിയും കുരുവൊക്കെ ഒന്ന് മാറ്റി ചുള മാത്രമായിട്ട് വൃത്തിയാക്കി എടുക്കാം. നല്ല മധുരമുള്ള ചുളയാണ്. നല്ല കളറും, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ചുളയെല്ലാം വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞ ചക്കപ്പഴം ഒരു കുക്കറിലിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഒരു വിസിൽ കേട്ടാൽ മതി. വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് വേവിക്കാം. വെന്ത് വരുമ്പോഴേക്കും നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം. ഒരു മുറി തേങ്ങ ചിരകിയിട്ടുണ്ട്. മുഴുവൻ തേങ്ങ ആവശ്യമില്ല, അധികം തേങ്ങയുടെ ആവശ്യമില്ല. 2 വലിയ പച്ചമുളക് അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. വലിയ മുളകായതുകൊണ്ട് ഞാൻ 2 എണ്ണം ചേർത്ത്. ഇനി 1.5 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് അരച്ചെടുക്കാം. ചക്കപ്പഴം എന്തായി നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഉടച്ച് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ പൈനാപ്പിൾ ഏത്തപ്പഴമൊക്കെ വെച്ച് കറി ഉണ്ടാക്കും പോലെ തന്നെയാണ് ചക്കപ്പഴം വെച്ചും കറി ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടി ഒരു കഷ്ണം ശർക്കര മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ. ചെറിയൊരു മധുരം കൂടെ ഉണ്ടാവും. ഇനി അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും മുളകും കടുവും കൂടെ അരച്ചത് ചേർത്ത് കൊടുത്തു. ബൗൾ കഴുകി അല്പം വെള്ളം കൂടെ ചേർത്തു. നന്നായി തിളച്ച് വരട്ടെ. അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. തിളച്ച് വരുമ്പോൾ ഈ സമയത്ത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. ഒരു പച്ചമുളകും കീറിയിട്ടു. ഇനി ഒന്ന് തിളച്ചാൽ കറി റെഡിയായി. നമുക്ക് കടുക് വറുത്തിടാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് ഒരു 3 ചുമന്നുള്ളി അരിഞ്ഞിട്ടു. 2 വറ്റൽമുളകും ചേർത്തു. ഒരു 2 കറിവേപ്പിലയും ചേർത്ത് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിക്കാം. പെട്ടെന്ന് തന്നെ ചക്കപ്പഴം പച്ചടിയുടെ റെഡിയായി. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് നിമിഷം കിട്ടുന്നതായിരിക്കും. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റിയായ വിയറ്റ്നാം എയർലി ചക്കപ്പഴം പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. ഈ പച്ചടി കൂട്ടി ചോറിന് നല്ലൊരു ടേസ്റ്റായിരിക്കും. ചെറിയൊരു മധുരവും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.